ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ വീക്കെൻഡ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ മുഖമൊക്കെ കുറച്ചൊക്കെ ടാൻ ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഫുഡ് കഴിക്കാം. ഗൈസ്, വിശന്നിട്ട് കണ്ണ് കാണാൻ മേല, പക്ഷേ തൈര് വന്നിട്ടേ നമ്മൾ കഴിക്കത്തുള്ളൂ. ദ ഡെഡിക്കേഷൻ ഫോർ തൈര്. വാപ്പ ഇപ്പോൾ തൈര് മേടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ കഴിക്കൂ. ഗൈസ്, ഇന്ന് കഴിക്കാനായിട്ട് നല്ല മത്തി മുളകരച്ചതാണ്. നമ്മളിന്ന് ഡയറ്റിലാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ. എൻ്റെ കുറച്ച് ഇതാട്ടോ, കുറച്ച് കറി ഇങ്ങനെ വാരി വിതറണം. ഉമ്മിച്ചിയും മാപ്പിച്ചി വരുന്നതേ ഉള്ളൂ. അതിന് മുന്നേ നമുക്ക് കറി എടുക്കണം. അതിൽ ഉമ്മനെ വഴക്കുറേ കുറേ കറി എടുത്തെന്ന് പറഞ്ഞിട്ട് കറിയിലിട്ട മത്തിയും കൂടെ എടുക്കാം. മത്തിക്ക് എന്താ വരാനൊരു നാളം. ഇത് രണ്ടെണ്ണം വരുന്നത്, ഒരാൾ വന്നാൽ മതി. ഓക്കെ, ഈ അടുത്ത് നമുക്ക് തോരൻ എന്താ നോക്കാം. യെസ്, എൻ്റെ ഫേവറേറ്റ് തോരനാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചെറുപയർ, അത് നമുക്ക് കുറേ എടുക്കാം കേട്ടോ. ബിക്കോസ് ചെറുപയറിൽ ഫൈബർ ഉണ്ട് കുറേ. നമുക്ക് ഫൈബറിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്, വയറെന്നറിയും. ഇനി നമുക്ക് പൊരിച്ചിട്ടുണ്ടാവില്ല നോക്കാം. പൊരിയായിട്ട് കുറച്ച് അധികം സാധനങ്ങളുണ്ട്. ഇത് മീൻമുട്ട ഫ്രൈ, മത്തി ഫ്രൈ, ഈ മീനിൻ്റെ പേര് എനിക്കറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് മത്തി എടുക്കാം. എനിക്ക് മത്തി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രേവിങ് ആയിരുന്നു. നല്ല മുരിഞ്ഞ മത്തിയും അതിൻ്റെ കൂടെ അതിൻ്റെ മുട്ടയും കുറച്ച് വന്നിട്ടുണ്ട്. കുറച്ചെടുക്കാം. മീൻ മുട്ട ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യട്ടോ. എനിക്കിഷ്ടമാണ് മീൻ മുട്ട. പിന്നെ നമ്മുടെ മീൻ തൈര് എടുക്കാം. ഞാൻ കുറച്ച് മുന്നേ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ മിൽക്കി മിസ്റ്റ് എന്നുള്ള തൈര് മാറിയിട്ട് ഇപ്പോൾ അരുണ്ട തൈരാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളും അരുണ്ട തൈര് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി തൈര് അരുൺ ഐസ്ക്രീംസ് ഇല്ലേ, അവരുടെ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് തൈര്, ലസ്സി അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇതാണ് സാധനം, കണ്ടോ. ഹട്സുൺ കേടെന്ന് പറഞ്ഞിട്ട് അരുണിൽ കിട്ടും മേടിക്കാൻ. സൂപ്പറാണ് ഗൈസ്. ഇനി നമുക്ക് കഴിക്കാം. ഗൈസ്, ഐശ്വര്യമുണ്ട്, ഞാനും ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആപ്ചുമിച്ചി ഇപ്പോൾ വരും. ഗൈസ്, നമുക്ക് നല്ല കറി ഒഴിക്കാം. അങ്ങനെ ഒരാഴ്ചത്തിന് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കഴിക്കണത്. കുറച്ച് വൻപയറും കുറച്ച് ചെറുപയറും ആ കറിയും കുറച്ച് നല്ല തൈരും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മീൻ മുട്ട കുറച്ചെടുക്കാം. അതും വെച്ച് കുറച്ച് മത്തിയും കൂടെ പിച്ചെടുത്ത്. കുറേ ആൾക്കാർക്ക് മത്തി ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടവും. ഒരു തൈരല്ലേ, തൈര് അടിപൊളിയാണത്. എന്തൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും ഈ ടേസ്റ്റ് വരില്ല ഗൈസ്. പിന്നെ ഞാൻ പറയാൻ മറന്നു ഗൈസ്, ഞാൻ എൻ്റെ ബർത്ത്ഡേ വിഷസ് ആ വീഡിയോ താഴെ വന്ന് എല്ലാവരും കമൻസ് കണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു എവരി വൺ. ഐ ആം സോ ഹാപ്പി. എനിക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ എണീച്ചപ്പോഴാണ് എല്ലാം കാണുന്നത്. കാരണം ഇന്നലെ നൈറ്റ് ഞാൻ ഓഫായിപ്പോയി. ഇന്ന് കുടിച്ചോ പോയതല്ല, ഉറങ്ങിപ്പോയി ഗൈസ്. അത്ര ക്ഷീണമായിരുന്നു. മീൻ മുട്ട മത്തി ഇഷ്ടമുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടിപൊളി കഴിച്ചു, രക്ഷയില്ല, സൂപ്പർ. ഉമ്മച്ചി ഇവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഞാനത് പറയാൻ വേണ്ടിയിട്ട് കാത്തിക്കാം. എന്ത് ചെയ്യാനാ, വീട്ടിൽ കുറച്ച് മെയിനായിപ്പോയി. നമ്മൾ ഇന്നലെ പോയി കഴിച്ച താലി, രാത്രി കഴിച്ച ഫുഡ്, ഇതൊന്നും ഉമ്മാൻ്റെ ഫുഡ് വെച്ച് നോക്കുമ്പോൾ ഒന്നല്ല വയസ്സ്. സൈനബ് വീട്ടിലില്ലാത്തത് കൊണ്ട് സൈനബ് വിളിച്ച് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അവൾക്ക് മീൻ പൊരിച്ചതൊക്കെ വേണമെന്ന്. അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഷെയറും ഞാൻ തന്നെ കഴിക്കുന്നതായിരിക്കും. ഭയങ്കര സന്തോഷം. മുള്ളുണ്ട്. മീൻമുട്ട, നമ്മൾ മത്തി മീൻമുട്ടയല്ലേ കഴിച്ചോളൂ. നമ്മൾ കഴിക്കാത്ത വെച്ചത് ഒരു മീനുണ്ടായിരുന്നു. ഞാൻ അടുത്തത് അവൾക്ക് കൊടുക്കാം. കാരണം അവൾക്ക് അത്ര മത്തി ഫാനല്ല. സൂപ്പർ. അമ്മ ഓരോ സാധനങ്ങൾ എടുത്തോണ്ട് പോവാണേ, എനിക്ക് തിന്നാൻ വെച്ചില്ല.
ഞാനിപ്പോൾ ഇത് മൊത്തമാക്കി തരാം. ഗൈസ് ഞാൻ അതേ കഴിച്ച് കഴിഞ്ഞു. പക്ഷേ കുറച്ച് സമയം ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് തൈര് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ ഓർത്തു. 3 മാസം കൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ നിറമാണ് ഗൈസ് നിങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സങ്കടമുണ്ട്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മൾ 2 ദിവസം തൈരിൽ മുങ്ങും, എന്നിട്ട് വെളുക്കും ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി തൈര് അപ്ലൈ ചെയ്യാം. എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മടിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്, ഒരു രക്ഷയില്ലാത്ത മടിയാണ്. മറ്റേ പടത്തിനകത്ത് ഇത്രയും മതിയിട്ടാണ്. മറ്റേ പടത്തിനകത്ത് നെസ്ലിൻ്റെ അമ്മ പറയത്തില്ലേ, തണ്ണിമത്തൻ ദിനങ്ങളിൽ ബുദ്ധിയാണ് സാറേ എൻ്റെ മെയിൻ എന്ന്. മടിയാണ് എൻ്റെ മെയിൻ. മടി കൊണ്ടുള്ളൊരു ജീവിതമാണ് ഗൈസ്. അല്ലേ ഈശ? എന്തെങ്കിലും പറയാനുണ്ടോ? എനി കമൻസ്? നോ കമൻസ്. ആഹാ, നല്ല തണുത്ത തൈര് തേക്കുമ്പോഴുള്ള സുഖം എൻ്റെ സാറേ, നല്ല സുഖമാണ്. യെസ്, എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഈ ഒരു റൂമിലുള്ളത്. വേറെ റൂമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഒത്തൊരുമ പഠിപ്പിക്കാൻ വേണ്ടി ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെ ആക്കിയതാണ്. അതിനുശേഷം ഞങ്ങൾ പിന്നെ അങ്ങ് മാറാനായിട്ടും കൂട്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ്. പിന്നെ ഉമ്മിച്ചയാണെങ്കിൽ ഞങ്ങളുടെ റൂമിൽ സ്ഥിരം കസ്റ്റമറാണ്. എപ്പോൾ നോക്കിയാലും ഇവിടെ വന്നിട്ട് അത് കാണാനില്ല ഇത് കാണാനില്ല, നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഉമ്മിച്ചാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും. എന്നാൽ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉമ്മിച്ച് വന്നിട്ട് എന്നെ കാണാൻ കൊള്ളില്ല, എന്നെ സൗണ്ട് കൊള്ളില്ല, ഇങ്ങനെയും പറയും ഗൈസ്. പക്ഷെ കോമഡിയാണ്. നമ്മൾ മാറി അപ്പുറത്തോട്ട് പോയി ഞാൻ ഹോസ്റ്റലിലൊക്കെ പോകത്തില്ലേ, അന്നേരമാണ് ഞാൻ എന്തോരം ഇതൊക്കെ മിസ്സ് ചെയ്യാറുണ്ടെന്ന് മനസ്സിലാവുക. നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാറിപ്പോകുമ്പോഴോ അല്ലെങ്കിൽ അതില്ലാണ്ടാവുമ്പം ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെടുന്നതൊന്നും നമ്മൾ അത്രയ്ക്ക് മിസ്സ് ചെയ്യത്തില്ല, ഇഷ്ടപ്പെടാതിരിക്കുന്നതാണ് മിസ്സ് ചെയ്യാറ്. അപ്പം ഞാൻ ഇനി ഇതൊരു 45 മിനിറ്റ് ഇട്ട് വെക്കും. മനസ്സിലായില്ലേ? 45 മിനിറ്റ് ഇട്ട് വെക്കണം. ഇത് ഇടാൻ ഭയങ്കര സുഖമാണ്. പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഞാൻ തൈരങ്ങ് സ്കൂപ്പ് ചെയ്തെടുത്തിരുന്ന കാരണം ഇത് തീരെ ഇൻഗ്രീഡിയൻ്റ് ആവശ്യമില്ല. സോ ഞാൻ 45 മിനിറ്റ് കഴിഞ്ഞ് വേണം ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ മുഖമൊക്കെ പോയി കഴുകിയിട്ട് വന്ന് ആദ്യത്തെ ഇടലിൽ തന്നെ എനിക്ക് തോന്നുന്നു നല്ല വ്യത്യാസം ഉണ്ടെന്ന്. ഒരു 3 മണി ആവാറായപ്പോഴാണ് ഞാൻ ഇടണത്. ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് 350 നിയർലി 350 ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കഴുകി കളഞ്ഞ് ഇനി നമുക്ക് സ്ക്രബ് ഇടണം. പക്ഷേ ഞാൻ ഓർത്തു കുറച്ച് എക്സസൈസ് ചെയ്യാമെന്ന്. നോർമലി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ വീടിൻ്റെ മേലത്തെ ഫ്ലോറിൽ ഫേർണിച്ചേഴ്സ് കുറച്ച് കുറവാണ്. സോ ഇങ്ങോട്ടേക്ക് ഒരു 1 അവർ ഒരു 1.5 ഞാൻ അറിഞ്ഞ് നടക്കും. അപ്പോൾ നമുക്ക് ആ പരിപാടി ചെയ്യാം. ഇവിടെയൊക്കെ തൈര് വീണു. പിന്നെ എൻ്റെ ഒരു കമൻറ്റിനകത്ത് ഞാൻ കണ്ടായിരുന്നു, ഞാൻ എൻ്റെ വീഡിയോസിന് മിക്കവാറും കമൻ്റ് ഇടുന്നൊരു എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സബ്സ്ക്രൈബർ ആട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞാൽ എനിക്കിങ്ങനെ പ്രസരിപ്പില്ല എന്നെൻ്റെ മുഖത്ത്. ദാറ്റ് ഈസ് ബിക്കോസ് ഞാൻ ഭയങ്കര ടയേർഡാണ്. പക്ഷേ ടയേർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് ലൈക്ക് ഞാനൊരു 2 ഡേയ്സ് എടുക്കും ഒന്ന് ഓക്കെ ആയിട്ട് വരാനായിട്ട്. സ്പെഷ്യലി എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിലാണ് അത് എഫക്റ്റ് ആവുക. കണ്ണൊക്കെ ഒരുമാതിരി ആയിപ്പോവും. പക്ഷേ നമ്മൾ ഇന്നും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇൻഷാല്ലാ നമ്മൾ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ എന്തായാലും ശരിയാവും. ഉറങ്ങാത്തതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ യാത്ര ഈസ് വെരി ഡിഫിക്കൾട്ട്. ഫ്രൈഡേ ഭയങ്കര തിരക്കാണ്. ഒരു 4-4.5 മണിക്കൂർ ഞാൻ ആ ബസ്സിൽ ഒറ്റേ ഇരിപ്പാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് ഒരു 1.5 അവർ നമുക്ക് മേളിലൊന്നും നടക്കാം. അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഡയറ്റിലാണല്ലോ, അപ്പോൾ നമ്മൾ ഡയറ്റിന് സപ്പോർട്ടും കൂടെ ആവും. സോ ഓക്കെ ഗൈസ്, ഞാൻ ഒരു 1/2 മണിക്കൂർ നടന്നുള്ളൂ. 1 മണിക്കൂർ നടക്കാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു. എന്നിട്ട് ഞാനിപ്പോൾ വന്നിട്ട് വൈകുന്നേരം പരിപ്പട മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിക്കുകയാണ് ഗൈസ്. ഞാൻ എന്ത് പറയാനാ, എനിക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്, പക്ഷേ കഴിച്ചു പോവുകയാണ്. നമ്മളതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളോട് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് മേടിച്ച് ഇപ്പോൾ കാണിച്ചു കേട്ടോ. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിന് മുടി റിമൂവ് ചെയ്താട്ടോ. ഈ പ്രൊഡക്റ്റ് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. സ്വിസ് ബ്യൂട്ടിയുടെ കുറേ നാളായിട്ട് ഇത് ഇറങ്ങിയപ്പോൾ തൊട്ട് മേടിക്കണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐഷ അവസാനം മേടിച്ച്. സോ ഷെയ്ഡ് റേഞ്ച് നോക്കിയ സമയത്താണ് ഏറ്റവും ടാസ്ക് കിട്ടിയത്. ഏത് ഷെയ്ഡ് മേടിക്കുമെന്നുള്ള ഡൗട്ടായിരുന്നു. അപ്പം സ്വിസ് ബ്യൂട്ടിയുടെ ഇതാണ്. അപ്പം ഈ പ്രൊഡക്റ്റ് മേടിച്ച് ഇപ്പോൾ ലൈറ്റിങ് തീരെ ശരിയല്ല. ഞാനിപ്പോൾ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവില്ല ഷെയ്ഡ്. എനിക്ക് ഇതിട്ടിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ ലിപ്പിലിട്ടിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് മേടിച്ചിട്ട് ഇത് ബ്രൗൺ ഗേൾസ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ ലിപ്പിലിട്ട സൂപ്പറാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്കിതങ്ങനെ ഫീൽ ചെയ്തില്ല. ബട്ട് നാളെ ഞാൻ ഓർത്താൽ ട്രൈ ഇറ്റ് അഗെയിൻ, ഒന്നുകൂടെ നാച്ചുറൽ ലൈറ്റിലും ഇച്ചിരി വെളിച്ചമൊക്കെ കാരണം ഇവിടെയൊക്കെ മൂടിക്കിടക്കുക. പിന്നെ വൈകുന്നേരം എപ്പോഴാണ് സാധനം കിട്ടിയത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാമെന്ന് ഓർത്തു.
ഇതിൻ്റെ പ്രൈസ് 300 സംതിങ് ആണ്. ഐഷാക്ക് പക്ഷേ ഇതിട്ടിട്ട് സൂപ്പറായിരുന്നു കേട്ടോ ഗൈസ്, അടിപൊളിയായിരുന്നു. കാരണം അവിടെ ചുണ്ടിൽ പിഗ്മെൻറ്റേഷൻ കുറവാണ്. അപ്പം നാളെ ഞാനിതിൻ്റെ ഒരു ഷോർട്ട് ഇടുന്നതായിരിക്കും, എല്ലാവരും പോയി കാണണം കേട്ടോ. കാരണം സാധനം പാക്കേജിങ് ഒക്കെ സൂപ്പറാണ്. ഇതിന് ദർസ് എ ടാപ്പ് ഫോർ ദിസ് ആൻഡ് ഒരു ക്ലിക്ക് അതുപോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രത്യേകത. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തൊട്ട് ഐ വാസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് ഇത് വരുന്നത് കൊണ്ട് എനിക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അറിയാമല്ലോ, ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാവരുടെ ലിപ്സ്റ്റിക്കിൻ്റെ റെക്കമെൻഡേഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. ബട്ട് ഞാൻ എന്തായാലും അതിൽ നിന്ന് കുറച്ച് മേടിക്കുന്നതാണ്. കാരണം എനിക്ക് പോലും അറിയാത്ത കുറേ അടിപൊളി ഷെയ്ഡുകളാണ് ഒത്തിരി ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്നിട്ട് അതെടുത്ത് നൈക്കയിലും പർപ്പിളിലും ഒക്കെ നോക്കി ഞാൻ അപ്പോൾ വിചാരിച്ച് ഞാൻ ഏത് ലോകത്താ ജീവിക്കണം ഞാൻ അത് ആലോചിച്ച് പോയി. കാരണം അത്ര സെറ്റ് ഷെയ്ഡ്സൊക്കെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കുറച്ച് എന്തായാലും റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഞാനിങ്ങനെ പൈസ കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഒന്നൊന്നായിട്ട് മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെലിവറി ചാർജ് ഈ നാറികൾ മേടിക്കുന്നത് ഭയങ്കര കൂടുതലാണ്, പറ്റത്തുള്ള സഹിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഡെലിവറി ചാർജ് കുറച്ച് കമ്മിയാവും. അതുകൊണ്ടാണ് ഞാൻ അതിനെ വെയിറ്റ് ചെയ്യുന്നത്. സോ ഇൻഷാ അല്ലാഹ് ഈ മാസം അവസാനം നമ്മൾ ഒക്കെ മേടിക്കുന്നതായിരിക്കും, റിവ്യൂയിങ് ഉണ്ടാവുമായിരിക്കും. അപ്പം അതാണ് ഇത്. ഇനി ഞാൻ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യുമല്ലേ നമ്മളിനി കുറച്ച് നേരം കിടക്കുമായിരിക്കും ഗൈസ്. കിടപ്പാണ്, ആകെ ക്ഷീണോ. എന്താ എൻ്റെ ബ്ലാക്ക് സർക്കിൾസൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. പിന്നെ സ്ക്രബ് ഇടാന്ന് പറഞ്ഞ കാര്യം മറന്നിട്ടേ ഇല്ല. വൈകുന്നേരം നമ്മൾ ഇടുന്നതായിരിക്കും. രാത്രി അല്ല വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇടാമെന്ന് ഓർത്തു. പിന്നെ ഫേസ് ഷേവ് ചെയ്തിട്ടുമില്ല, 1 വീക്ക് അതിനെ ഷേവ് ചെയ്തിട്ട്. സോ അതും നമുക്ക് ചെയ്യണം. അപ്പോൾ അതാണത്. സോ നമുക്ക് സ്ക്രബിങ് ടൈം ആകുമ്പോൾ കാണാം ഗൈസ്. ഗൈസ് പിന്നെ ഞാനുണ്ടല്ലോ എൻ്റെ സ്ക്രീനിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. ഒരു മീഷോയിൽ നിന്ന് ഒരു ഡ്രസ്സ് മേടിച്ചായിരുന്നു. ഭയങ്കര പോപ്പുലറാണ് ആ ഡ്രസ്സ്. റിവ്യൂസൊക്കെ അടിപൊളി റിവ്യൂസ്. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് മേടിക്കുന്നതും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ. ഞാൻ ഈ സാധനം മേടിച്ചിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ കൊള്ളത്തില്ല. ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ കൊള്ളത്തില്ല എന്ന് വെച്ചാൽ 2 തവണ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിഞ്ചിപ്പോവും. അതുപോലത്തെ ഒരു മെറ്റീരിയലും പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റും ആയിരുന്നു. മേ ബി ആ കളർ ആയതുകൊണ്ടാവാം. ദർ വാസ് ബ്ലൂ യെല്ലോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത് മെറ്റീരിയൽ വാസ് ടു ലൈറ്റ്, ഭയങ്കര ലൈറ്റായിരുന്നു. അപ്പം ഒരുപാട് പേര് ഇത് മീഷോയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. ഇത് മീഷോയിൽ നിന്ന് മേടിക്കേണ്ട കേട്ടോ. കാരണം ഞാൻ മേടിച്ചിട്ട് എനിക്ക് ഇടാനായിട്ടും പിന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ മേടിച്ചതായിരുന്നു മീഷോയിൽ നിന്ന് ആ ഡ്രസ്സ്. ഭയങ്കര എക്സ്പെക്ട് ചെയ്താണ് മേടിച്ചത്. ഭയങ്കര ഇടങ്ങാറ് വരുന്നു സാധനം ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫൈനലി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഒട്ടും കൊള്ളില്ല. കമൻറ്റ് ബോക്സിന് ഞാൻ അതിലുള്ള ഒരു റിവ്യൂവിൽ പോലും ഇത് കണ്ടില്ല എന്നുള്ളതാണ്. ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. 2 തവണ കഴിയേണ്ട താമസം പിഞ്ചിപ്പോവും. അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആയിരുന്നു. എന്നിട്ട് ഞാൻ അത് റിട്ടേൺ ചെയ്തിട്ടോ ഗൈസ്. പകരം ഞാൻ മേടിച്ചതാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഇടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ ആ കുർത്ത മേടിച്ചത്. ഇന്നിനി എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ രാവിലെ എണ്ണീച്ചിട്ടാണെങ്കിലും ഓരോ പണിയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ എന്തെങ്കിലും ഇടും, നിങ്ങളെ പറ്റിക്കില്ല. നാളെ എന്തെങ്കിലും ഞാൻ ഇടും. നാളെ ഞാൻ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഈ സാധനം ആരും മേടിക്കണ്ട കേട്ടോ. ഇവിടെ ഇവിടെ ഞാൻ കൊടുത്തത് ഇട്ടേക്കാം. കടപ്പിൽ ഭയങ്കര സങ്കടമായിപ്പോയി ഗൈസ്. പക്ഷെ അതിനുള്ള പൈസയേ ഉള്ളൂ. 300 രൂപ 350 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഇതിന്. അപ്പോൾ നമ്മൾ അത്രയും ഗോൾഡ് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ എന്നാലും 300 വെറുതെ കിട്ടണമല്ലോ ആയിക്കണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്യാൻ തീരുമാനിച്ചു. ഡോക്ടർ റഷീലിൻ്റെ സ്ക്രബാണ് ഡീറ്റാൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ക്രബാണ്. മനസ്സിലായി കാണുള്ളൂ, ടിന്ന് ഏകദേശം തീർന്ന്. എൻ്റെ വീട്ടിലെല്ലാവരും യൂസ് ചെയ്യും. എന്നെ അത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. സോ ഇന്ന് നമുക്കിത് യൂസ് ചെയ്യാം. കാരണം എനിക്ക് കടലമാവ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാവുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ തവണ യൂസ് ചെയ്യാൻ ഇതിന് ഭയങ്കര അടിപൊളി റിസൾട്ടാണ് ഗൈസ്. അപ്പോൾ ഇത് തേച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇത് മുഖത്ത് ഫുള്ള് തേച്ച് കൊടുക്കണം. നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റ്സ് ടൈമർ വെക്കുക ഫോണിൽ. എന്നിട്ട് നമ്മളിങ്ങനെ നമ്മുടെ വിരൽ വെച്ചിട്ട് സർക്കുലർ മോഷനിൽ ഇങ്ങനെ പതുക്കെ ഒത്തിരി ഹാർഷ് ആക്കരുത്, സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഡെഡ് സ്കിൻസ്, പിന്നെ ഇത് ഡീറ്റാനിങ്ങും കൂടിയാണ്. അയ്യോ മുടി ഡീറ്റാനിങ് കൂടി. അപ്പോൾ ആ ടാനും പിന്നെ ഡെഡ് സെൽസും എല്ലാം റിമൂവ് ആവും. ഭയങ്കര എഫക്റ്റീവാണ്. ടൈമർ നമ്മൾ 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ സർക്കുലർ മോഷനിൽ. സോ ഞാൻ പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ഞാനത് 5 മിനിറ്റ്സ് എൻ്റെ ഫേസിൽ വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞ് ഇപ്പം തന്നെ നല്ല ശരിക്കും ഡിഫറൻസ് അറിയാൻ പറ്റും. സ്കിന്ന് ഭയങ്കര സോഫ്റ്റായി. അതുപോലെ തന്നെ
എന്താ എനിക്ക് ടാൻ എന്ന് ഫീൽ ചെയ്യുന്നത് ഈ ഏരിയാസാണ്, നമ്മുടെ ഈ ഫേസിൻ്റെ ഈ റൗണ്ട് ഏരിയാസ്, എസ്പെഷ്യലി ഈ ഭാഗത്ത്. സോ അവിടെയൊക്കെ ശരിക്കും നല്ല കുറവുണ്ട്. നാളെയും കൂടെ നമ്മൾ തൈരൊക്കെ ഇട്ട് പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നാളെയും കൂടെ സെറ്റാകും. ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രി തന്നെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഭയങ്കര ടയർഡായി ഒന്നും ചെയ്തില്ല. മുഖം പോലും കൈകാല ശേഷിയില്ലായിരുന്നു, അതാണ് ശരിക്കുള്ള സത്യാവസ്ഥ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി വെറുതെ ഇരിക്കുക. സൈനബ് എന്തോ ഫംഗ്ഷന് പോയി, പിന്നെ സൈനബിന് ഇടാൻ വേണ്ടി ഐഷയും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7:15 ആയപ്പം അടുത്തത് നിങ്ങൾ ഡിന്നറിലായിരിക്കും കാണാൻ പോകുന്നത്. ഡിന്നറിൽ ഗൈസ് രാത്രിത്തേക്ക് കഴിക്കാനായിട്ട് നല്ല ദോശയും, നല്ല സോഫ്റ്റ് ദോശയും, പിന്നെ മുളകരച്ച കറിയുമാണ്. എനിക്ക് ഈ കോമ്പോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിന്നെ ഇങ്ങനെ കുഴഞ്ഞ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കുഴയ്ക്കുന്നൊരു സ്വഭാവമുണ്ട്. ദോശ ഉമ്മിച്ച് എപ്പോഴും ഇങ്ങനെ നൈസായിട്ട് ചെയ്യത്തുള്ളൂ, കാരണം ഇവിടെ എല്ലാവരും ഈ നൈസായിട്ടുള്ള കഴിക്കുന്നതിൻ്റെ ആളാണ്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ കുഴയ്ക്കും എപ്പോഴും ദോശ, എന്നിട്ട് ഇങ്ങനെ കഴിക്കും. നല്ല ടേസ്റ്റാണ്. നല്ല നെയ്യ് കിട്ടാം, ചൂട് ദോശ, നല്ല മുളകരച്ച മീൻകറി, അടിപൊളി കോമ്പോണൈസ്. കുറച്ച് ചെറുപയർ ബാക്കി ഇരിപ്പുണ്ട്. ലാസ്റ്റ് ഞാൻ ഒരു കാര്യം കാണിച്ചു കേട്ടോ. മീൻകറി ഉണ്ടെങ്കിൽ കഴിക്കാൻ ഇഷ്ടമുള്ള രീതിയുണ്ട്, കാണിച്ചു തരാം. ഞാൻ ഒറ്റക്കാണ് കഴിക്കുന്ന കേസ്, ബിക്കോസ് വാപ്ചി വന്നില്ല, ഐഷ കുളിക്കണു, ഉമ്മച്ചിയും വാപ്ചിയുമായിട്ട് കഴിക്കുള്ളൂ. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്. ഇപ്പം ശരിക്കും മനസ്സിലാവാനുള്ള കേസ് ആ ഡീറ്റാൻ മാസ്ക് യൂസ് ചെയ്തതിൻ്റെ നല്ലപോലെ. അതാ ഞാൻ പറഞ്ഞത്, ആ മാസ്ക് ശരിക്കും നല്ലതാണ്, ടാന് മാറാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല കേട്ടോ. അതിൻ്റെ പ്രൈസ് 220, 230 ഒക്കെ വരാറുണ്ട്. പക്ഷെ അത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 6 മാസത്തേക്ക് അത് നിൽക്കും. അത്രയും നിങ്ങൾ ആ ടിന്നിൻ്റെ വലിപ്പം കണ്ടില്ലേ? ഞാനിത് എപ്പം മേടിച്ചതെന്നറിയോ? ശരിക്കും വലുതാണ്, ഭയങ്കര വേർത്തിട്ട്. ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്രൈസ് എല്ലാം കൊണ്ട് വേർത്തിട്ടാണ്. എനിക്ക് ആ പുള്ളിക്ക് ഒരുപാട് മാസ്ക് ഉണ്ട്, പക്ഷേ ഞാൻ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ഇത് സൂപ്പറാണ്. എല്ലാവരും മേടിച്ച് ട്രൈ ചെയ്യണം കേട്ടോ ഗൈസ്. ഈ ടാനൊക്കെ ഉള്ളവർക്ക് എളുപ്പവുമാണ്. നമുക്കിപ്പോൾ റൂമിൽ ഞാനിപ്പോൾ തീർന്നിരിക്കുകയാണ്, അപ്പം എൻ്റെ അവിടെ ഹോസ്റ്റൽ റൂമിൽ ഒരെണ്ണം മേടിച്ച് വെക്കണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഉള്ളത് തീർന്നു, ഇവിടെ ഉള്ളത് തീരാറായി. അതുകൊണ്ട് അപ്പം ഞാൻ കഴിച്ചിട്ട് ഞാൻ ചെറുപയർ ഇങ്ങനെ കഴിക്കണേന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാണിച്ചതാന്ന്. അപ്പം കുറച്ച് ചെറുപയർ എടുക്കുക, നല്ല മുളകരച്ച മീൻകറി കഴിക്കുക, പിന്നെ തൈരും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ ഞെവടി കൊടുക്കണം. ആ കറിയും തൈരും ചെറുപയറും കൂടെ നല്ലപോലെ അങ്ങോട്ട് ഞെവടി കൊടുക്കണം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ചെറുപയർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കഴിക്കും. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ക്രീമി ആവും. അപ്പോൾ ഇംഗ്ലീഷുകാർ ഇതുപോലെ ഈ സാധനം ഇങ്ങനെ ബോയിൽ ചെയ്തെടുത്തിട്ട് അവരുടെ ആയിട്ടുള്ള സോസുകളും പിന്നെ കുറേ ക്യാരറ്റും അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യും. നമ്മുടെ സോസ് എന്ന് പറഞ്ഞാൽ മീൻകറിയും തൈര്. സൂപ്പർ ടേസ്റ്റാണ്. ആ തൈരിൻ്റെ ചെറിയൊരു തണുപ്പും ആ പുളിയും പിന്നെ മുളകരച്ചതിൻ്റെ നല്ല എരിവും പിന്നെ ഈ ചെറുപയറിൻ്റെ ഒരു ഏർത്തി ടേസ്റ്റ് ഉണ്ടാവില്ല, അതും. ഉമ്മയാണെങ്കിൽ ചെറുപയർ ഇന്ന് മറ്റേ ചെറിയുള്ളിയും മുളകും ഇടിച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കത്തെ ടേസ്റ്റും. ഗൈസ് അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഏകദേശം കഴിഞ്ഞു. ഇനി ഞാൻ നെറ്റ്ഫ്ലിക്സിൽ പോയിട്ട് എൻ്റെ കുറച്ച് ഷോ ഉണ്ട്, ഒരു ഷോ ഉണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ആഴ്ചയായിട്ട് ഞാൻ ഷോ കണ്ടിട്ടില്ല. ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോ ആട്ടോ. കുറച്ച് മെഡിക്കലായിട്ടുള്ള, കുറച്ചൊന്നല്ല കംപ്ലീറ്റ്ലി ഒരു മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സീരീസാണ്. ഞാൻ അതുപോലെ ഇരുന്ന് കാണായിരിക്കും, കാരണം ഞാൻ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കാണാത്തതുകൊണ്ട് കാണാണ്ട് ഒരുപാട് സീസണും ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അവിടെ ഞാൻ ഇന്നൊക്കെ പോയി കാണും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ.